ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പയറേഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഉണ്ടാവുകയാണ് എങ്കിൽ അതൊരു നല്ല സൂചന തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വലിയ പ്രോഗ്രസ് തരുന്നത് ആ ബിസിനസ് ആയിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പുരുഷന്മാർ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, എന്നാൽ സ്ത്രീകൾ അധികം ഈ രംഗത്ത് ഇറങ്ങാത്തവരുമുണ്ട്. ചെറിയ ബിസിനസ്സായാലും നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ത് പ്രോഡക്റ്റാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്, അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ അതിന് ബയ്യേഴ്സ് ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾക്ക് അതിന് ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പയറേഷൻ ഉണ്ടാകണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു 6 മാസം ആദ്യം നമ്മൾ കണക്കാക്കുക. 6 മാസം കൊണ്ട് എത്രമാത്രം പ്രോഫിറ്റ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് നമ്മൾ സ്പെൻഡ് ചെയ്ത മണിയേക്കാൾ അല്പം കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. കാരണം നമ്മുടെ ടൈം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ എനർജി അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. 6 മാസത്തിന് ശേഷം 1 വർഷത്തേക്കുള്ള ബിസിനസ്, 1 വർഷത്തേക്ക് വേണ്ടിയിട്ട് അതിന് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് നമ്മൾ കണക്കാക്കേണ്ടതാണ്. ജസ്റ്റ് യു ഗോ എഹെഡ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് യാതൊരു പ്രോഫിറ്റും നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരില്ല. അത് ഇനീഷ്യൽ പോയിൻ്റാണ്. ഉദാഹരണത്തിന് ഒരു സീഡ് നിങ്ങൾ മണ്ണിൽ നട്ടുവെച്ചു, അത് പൊട്ടി പിളർന്നിട്ടൊരു ചെറിയ ട്രീ ആണ് വരുന്നത്. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള സ്നേഹവും പരിഗണനയും എല്ലാം കൊടുത്തു കഴിയുമ്പോഴാണ് അത് മരമായി വന്ന് അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആ ട്രീയെ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ബിസിനസ്സിനെയും നമ്മൾ ശുശ്രൂഷിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇഫർട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ പാഷൻ അതാണ്, നിങ്ങളുടെ കമ്പാഷൻ അതാണ്, നിങ്ങൾക്ക് ഇഷ്ടം അതാണ്, നിങ്ങളുടെ അംബീഷൻ അതാണ്. അത് നിങ്ങൾ മനസ്സിൽ സ്ട്രെസ് ചെയ്യുക. അങ്ങനെ സ്ട്രെസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഒരു ആക്ഷൻ എടുക്കാനും എനർജി നിങ്ങൾക്ക് കൊടുക്കാനും കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് പല ഇമോഷണൽ പരമായ റിലേഷൻഷിപ്പും നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പായി പോയെന്ന് വരാം. അതെന്തുകൊണ്ടാണ്? ഈ ഗോഡായിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഒരുപാട് ഇമോഷൻസ് കൊടുക്കുന്ന റിലേഷൻഷിപ്പിൽ നിന്നും അകറ്റിക്കൊണ്ട് നിങ്ങളുടെ ആംബിഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് എത്ര വലിയ റിലേഷൻഷിപ്പും ബ്രേക്കപ്പായി പോയാലും കുറച്ചൊക്കെ നമ്മൾ പരിഗണന കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ മണി ഏൺ ചെയ്യുകയാണ്, അത് മൾട്ടിപ്പിൾ ആവുകയാണ്, ഇരട്ടിയാവുകയാണ്, ഒരു വലിയ ഗ്രോത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്, നിങ്ങളൊരു മൾട്ടി മില്യനെയർ ആകാൻ പോവുകയാണ്. നിങ്ങളുടെ വലിയ അംബീഷൻ, ആഗ്രഹമാണ് അത് സാധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും ആരെന്ത് പറഞ്ഞാലും അത് ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന ഇൻറ്റ്യൂഷൻ അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വൈകാരിക ബന്ധങ്ങളേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ മനസ്സും എല്ലാ സമയവും നിങ്ങൾ എനർജി അടക്കം എല്ലാം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.